പ്രിയമുള്ളവരെ, ഒരു മുന്നറിയിപ്പുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ഇന്ന് രാത്രി മുതൽ മറ്റന്നാൾ വരെയാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. ബീച്ചിലിറങ്ങിയുള്ള വിനോദങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സുനിഷ എല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ? അരുൺ, കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിലെല്ലാം ഇന്ന് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഉയർന്ന തിരമാലയ്ക്കും ഒപ്പം തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 1.8 മീറ്റർ ഉയരത്തിൽ തിരമാലയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ജാഗ്രത തുടരണം, അതീവ ജാഗ്രത വേണമെന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഈ ജില്ലകളിലാണ് പ്രധാനമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ തമിഴ്നാട് തീരത്തും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. കർണാടക തീരത്തും ലക്ഷദ്വീപ് തീരത്തുമെല്ലാം തന്നെ ഉയർന്ന തിരമാല സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അരുൺ പറഞ്ഞതുപോലെയാണ്, ബീച്ചിലിറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾ ഒഴിവാക്കുക. ചിലർ ഇപ്പോഴും തീരത്തെല്ലാം പോയി ഇരിക്കുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം പാടെ ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെറുവള്ളങ്ങൾ ഈ കടലിലേക്ക് ഇറക്കുന്നതും പാടെ ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറാനുള്ള സാധ്യത കൂടി ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് താഴ്ന്ന മേഖലകളിൽ താമസിക്കുന്നവരോട് മാറി താമസിക്കാൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ച് മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വരുന്ന 2 ദിവസം കൂടി ഉയർന്ന തിരമാലയും കടലാക്രമണ സാധ്യതയും പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഇന്ന് നിലവിൽ ഇപ്പോൾ തീരദേശ ജില്ലകളിലെല്ലാം തന്നെ അലർട്ട്, റെഡ് അലർട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതീവ ജാഗ്രത വേണമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അരുൺ, താങ്ക് യു. സുനിഷ എല്ലൂരാണ് മുന്നറിയിപ്പുകളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.